ദശകം 13 ശ്ലോകം 6 ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹിരണ്യാക്ഷൻ്റെ ഗദയുടെ ആഘാതം കൊണ്ട് ഭഗവാന്റെ ഗദ താഴേക്ക് വീണു. അപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ടുനിന്നു ആ സുദർശന ചക്രത്തെ ധ്യാനിച്ചു. സുദർശന ചക്രം കയ്യിൽ വരുത്തി എന്നൊക്കെയാണ് കഴിഞ്ഞതിൽ പറഞ്ഞത്. ശ്ലോകം വായിക്കാം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദംസ്ത്വാം സമതനോ ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഹി. അതിൻ്റെ അർത്ഥം തഥാ എന്ന് വെച്ചാൽ അതിനുശേഷം ഭഗവാൻ സുദർശന ചക്രം കയ്യിൽ കിട്ടി. അതിനുശേഷം ആ ശൂലം അസുരൻ തൻ്റെ ശൂലത്തിനെ കാലപ്രതി മരുഷി എന്ന് വെച്ചാൽ കാലനെ പോലെ, യമരാജാവിനെ പോലെ ഋഷി ദേഷ്യത്തോട് കൂടിയിട്ട് ആ ദൈത്യൻ വിസൃജതി എറിഞ്ഞു. ശൂല എറിഞ്ഞപ്പോൾ ത്വയി ചിന്തതി ഏതത് ചിന്തതി അതിനെ അങ്ങ് മുറിച്ചപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുള്ള കരകലിത ചക്രം പ്രഹരണാൽ ആ കയ്യിൽ പിടിച്ച ആ ഗദയുടെ സുദർശന ചക്രത്തിലെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആ കരകലിത ചക്രത്തിൻ്റെ പ്രഹരണാൽ സുദർശന ചക്രം കയ്യിലേന്തി ചക്രം എറിഞ്ഞിട്ട് അവിടുന്ന് ആ ഗദയെ മുറിച്ചു കളയുകയും ചെയ്തപ്പോൾ സമാരുഷ്ട അത്യധികം ദേഷ്യം വന്നിട്ട് സഖലു ആ അസുരനാകട്ടെ വിതുദം ഭഗവാനെ ഇടിച്ചിട്ട് കൈ ചുരുട്ടി ഇടിച്ചിട്ട് ത്വം ഭഗവാനെ ആ മാറത്ത് ഇടിച്ചു, വേദനിപ്പിക്കാൻ തുടങ്ങി. ഭഗവാൻ അതൊക്കെ പൂമാല പോലെയാണ് തോന്നിയത്. സമാരുഷ്ടോ മുഷ്ട്യാ സകലു ആ ദൃഷ്ടി കൊണ്ട്, സമാരുഷ്ടോ അത്യധികം ക്രുദ്ധനായി, മുഷ്ട്യാ മുഷ്ടി കൊണ്ട് ആ ഭഗവാനെ ഇടിച്ചു. സകലു വിദുദംസ്ത്വാം ഭഗവാനെ സമതനോ പ്രദർശിപ്പിച്ച് ഗളന്മായെ ഒരു മായയും ഏൽക്കാത്ത നിന്തിരുവടി. ഭഗവാൻ പല മായകളും പ്രദർശിപ്പിക്കാൻ തുടങ്ങി എന്നാണ്. മായാസ്ത്വയി കില ജഗന്മോഹനകരി. പലതരത്തിലുള്ള മായകളും ഭഗവാൻ കാട്ടാൻ തുടങ്ങി. മായയുമായി യാതൊരു സമ്പർക്കവുമില്ലാത്ത ഇതൊന്നും ശ്രീഹരിക്ക് ഏൽക്കില്ല എന്നൊന്നും ആ ഹിരണ്യാക്ഷന് അറിയില്ല. അതാണ് അറിയാതെയാണ് ഈ ഹിരണ്യാക്ഷൻ ഇതെല്ലാം കാണിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയുന്നത്. തതശൂലകാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ഛിന്ദത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദംസ്ത്വാം സമതനോദ്ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീഹി.